ഞാനൊരു സ്വിച്ച് ബോർഡ് അഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സ്വിച്ചാണ് കംപ്ലൈൻറ്റ്. കാരണം സ്വിച്ചിൽ സപ്ലൈ കാണിക്കുന്നില്ല. സ്വിച്ചാണ് കംപ്ലൈൻറ്റ്. എല്ലാവരും സ്വിച്ച് ബോർഡ് അഴിക്കുന്നതിന് മുൻപ് മെയിൻ സ്വിച്ച് നിർബന്ധമായും ഓഫാക്കുക. ഓഫാക്കിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ സ്വിച്ച് ബോർഡ് അഴിച്ചാൽ മതി. അപ്പോൾ ഞാൻ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സ്വിച്ചിനകത്തുള്ള കണക്ഷൻ. അപ്പോൾ ഈ ചുവന്ന വയർ കാണുന്നതാണ് DBയിൽ നിന്നും സ്വിച്ച് ബോർഡിലേക്ക് വരുന്ന മെയിൻ കണക്ഷൻ. സ്വിച്ചിൻ്റെ മുകളിൽ നിന്നും സോക്കറ്റിലേക്ക് പോകുന്ന ഔട്ട്. അപ്പോൾ ഇത് ന്യൂട്രൽ, ഇത് എർത്ത്. അപ്പോൾ ഈ ചെറിയ 2 വയറും ഇൻഡിക്കേറ്ററിൻ്റെ സപ്ലൈ വയറാണ്. അപ്പോൾ സാധാ സ്വിച്ചൊക്കെ ആണെങ്കിൽ ഇൻഡിക്കേറ്ററിൻ്റെ സപ്ലൈ കൊടുക്കേണ്ട കാര്യമില്ല, അതിൽ ഇൻഡിക്കേറ്റർ ഉണ്ടാവില്ല. ഇത് പവർ പ്ലഗിൻ്റെ സ്വിച്ചും സോക്കറ്റുമാണ്, അതുകൊണ്ടാണ് ഈ ഇൻഡിക്കേറ്റർ എക്സ്ട്രാ കാണുന്നത്. അപ്പോൾ ഞാനതിൻ്റെ മെയിൻ ലൈൻ അഴിച്ചു വിട്ടിട്ടുണ്ട്. DBയിൽ നിന്ന് വരുന്ന ആ ലൈൻ അഴിച്ചു വിട്ടിട്ടുണ്ട്. സ്വിച്ചിൻ്റെ ഔട്ടും ഞാൻ അഴിച്ചു വിട്ടിട്ടുണ്ട്. സോക്കറ്റിലേക്ക് പോകുന്ന ഔട്ട് ലൈൻ ഞാൻ അടിച്ചു മാറ്റി. സോക്കറ്റിൽ കൊടുത്തിട്ടുള്ള ലൈൻ ഞാൻ അഴിച്ചു വിടുകയാണ്. ഫേസ് അഴിച്ചു വിട്ട് ഇനി ന്യൂട്രൽ അഴിക്കുകയാണ്. ന്യൂട്രൽ സോക്കറ്റിലേക്ക് ഡയറക്റ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. ന്യൂട്രൽ വയർ സോക്കറ്റിൻ്റെ ഡയറക്റ്റ് ആയിട്ട് കൊടുത്ത് അഴിച്ചു മാറ്റി. എർത്താണ്. എർത്ത് വയർ അഴിച്ചു വിടേണ്ട കാര്യമില്ല, കാരണം സോക്കറ്റല്ല കംപ്ലൈൻറ്റ്, സ്വിച്ചാണ് കംപ്ലൈൻറ്റ്. അപ്പോൾ നമുക്ക് സ്വിച്ച് അഴിച്ച് മാറ്റാം. പ്രസ്സിങ് ടൈപ്പാണ്, അത് കാരണം ടെസ്റ്റർ വെച്ചൊന്ന് പ്രസ് ചെയ്താൽ അതിൻ്റെ ലോക്ക് റിമൂവ് ആകുന്നതാണ്. അപ്പോൾ ഇൻഡിക്കേറ്ററിലെ കണക്ഷൻ ഞാൻ അഴിച്ചു മാറ്റുകയാണ്. ഇൻഡിക്കേറ്ററിൽ ആ 2 കണക്ഷനും അഴിച്ചു മാറ്റുകയാണ്. ഇൻഡിക്കേറ്ററിലെ ഫേസ് ന്യൂട്രലും ഞാൻ അഴിച്ചു മാറ്റി. അപ്പോൾ സ്വിച്ച് ശരിക്ക് പ്രസ്സിങ് ആവുന്നില്ല. സ്വിച്ചിനകത്ത് മണ്ണും പൊടിയും കയറിയിട്ട് അത് പ്രസ്സിങ് ആവുന്നില്ല. അതാണ് സപ്ലൈ ലഭിക്കാത്തത്. ഓണും ഓഫും ചെയ്യുമ്പോൾ ഒരുപാട് മണ്ണാണ് സ്വിച്ചിനകത്തു നിന്ന് വരുന്നത്. അപ്പോൾ സ്വിച്ച് ബോർഡിനകത്ത് ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് പുതിയ സ്വിച്ച് നമുക്ക് എങ്ങനെയാണ് കണക്ഷൻ കൊടുക്കുന്നത് നോക്കാം. അതേ കമ്പനിയുടെ പുതിയ സ്വിച്ചാണ് ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നത്. 20 ആംസിൻ്റെ പവർ പ്ലഗിൻ്റെ സ്വിച്ചാണ് ഞാൻ ഇതിലോട്ട് സെറ്റ് ചെയ്യുന്നത്. സ്വിച്ച് ഫ്രെയിമിലേക്ക് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വിച്ച് സീറ്റിംഗ് ആവും. വളരെ സിമ്പിളാണ് സ്വിച്ച് ടൈറ്റ് ചെയ്യാനൊക്കെ. അപ്പോൾ ഇനി സ്വിച്ചിൻ്റെ ഇൻഡിക്കേറ്റർ സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. ആ സ്വിച്ചിൻ്റെ കവറിൽ തന്നെ സ്വിച്ചിൻ്റെ ഇൻഡിക്കേറ്റർ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. അതും ഈ സ്വിച്ചിൻ്റെ താഴെ കാണുന്ന ആ ഒരു ഹോളിലേക്ക് ഇങ്ങനെ വെച്ച് പ്രസ് ചെയ്താൽ അത് സീറ്റിംഗ് ആവും. അത് നമുക്ക് കണക്ഷൻ കൊടുത്തതിന് ശേഷം ആ ഇൻഡിക്കേറ്റർ ബൾബ് നമുക്ക് സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ന്യൂട്രൽ ലൈനാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ന്യൂട്രൽ ലൈൻ ബ്ലാക്ക് ഞാനത് കൊടുത്തു കഴിഞ്ഞു. എർത്തിൻ്റെ വയർ സാധാരണയായിട്ട് പച്ചയാണ് ഇടാറുള്ളത്. ഇപ്പോൾ പച്ച വയർ ഇല്ലാത്ത കാരണമാണ് കറുപ്പ് വയർ തന്നെ ഇട്ടിരിക്കുന്നത്. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇൻഡിക്കേറ്ററിൻ്റെ കണക്ഷൻ ഞാൻ മുമ്പ് റിമൂവ് ചെയ്ത പോലെ തന്നെ ഇൻഡിക്കേറ്ററിൻ്റെ കണക്ഷൻ കൊടുത്തു. ഇനി ന്യൂട്രൽ ഡയറക്റ്റായിട്ട് സോക്കറ്റിൻ്റെ ന്യൂട്രൽ എന്ന് അടയാളപ്പെടുത്തിയ ഭാഗത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ന്യൂട്രൽ സോക്കറ്റിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടാകും കമ്പനി, അവിടെ തന്നെ ന്യൂട്രൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ന്യൂട്രലും കൊടുത്തു. ഇൻഡിക്കേറ്ററിൻ്റെ ബൾബിൻ്റെ ഞാൻ ന്യൂട്രലിൽ കണക്ട് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാം. ഇനി ഞാൻ ഇൻഡിക്കേറ്റർ ബൾബിൻ്റെ ഫേസ് ലൈൻ ഞാൻ
സ്വിച്ചിൻ്റെ മുകളിലാണ് കൊടുക്കുന്നത്. നമ്മൾ അഴിച്ചത് സോക്കറ്റിൻ്റെ ഫേസ് ലൈൻ ഭാഗത്താണ്. ഞാനിപ്പോൾ അത് സ്വിച്ചിൻ്റെ മുകളിലാണ് കൊടുക്കുന്നത്. അത് സോക്കറ്റിൽ കൊടുത്താലും സ്വിച്ചിൻ്റെ മുകളിൽ കൊടുത്താലും സ്വിച്ച് ഓൺ ചെയ്തതിന് ശേഷം മാത്രമേ അത് വർക്കിംഗ് ആവുള്ളൂ. അപ്പോൾ ഞാൻ സ്വിച്ചിൻ്റെ മുകളിലാണ് കൊടുക്കുന്നത്. ഇങ്ങനെ കൊടുത്താൽ സ്വിച്ച് ഓൺ പൊസിഷനിൽ ഇൻഡിക്കേറ്റർ കത്താൻ വേണ്ടിയിട്ടാണ് സ്വിച്ചിന് മുകളിൽ കൊടുക്കുന്നത്. അപ്പോൾ അടി കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ഇൻഡിക്കേറ്റർ കത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ മാത്രം ഇൻഡിക്കേറ്റർ കത്തിയാൽ മതി. ഞാനിപ്പോൾ അത് ആ സപ്ലൈ കൊടുത്തു കഴിഞ്ഞു. ഇനി ഇൻഡിക്കേറ്ററിൻ്റെ ഭാഗത്ത് ആ ഹോളിൽ വെച്ച് ഞാൻ ഇൻഡിക്കേറ്റർ നന്നായി പ്രസ് ചെയ്ത് പിടിപ്പിച്ചു. ഇനി സ്വിച്ചിൻ്റെ അടിഭാഗത്ത് താഴെ കാണുന്ന ഭാഗത്ത് DBയിൽ നിന്നും വരുന്ന സപ്ലൈ ഫേസ് ലൈൻ സ്വിച്ചിൻ്റെ അടിഭാഗത്തേക്ക് ഞാൻ കണക്ട് ചെയ്യാൻ പോവുകയാണ്. സ്ക്രൂ ഒക്കെ നന്നായി ലൂസ് ചെയ്തതിന് ശേഷം വയറ് കണക്ട് ചെയ്യുക. വെച്ച് നന്നായി പ്രസ് ചെയ്യുക. നമ്മൾ വയർ കണക്ട് ചെയ്യുന്ന സമയത്ത് അത് ലൂസ് കോണ്ടാക്റ്റ് ആവാതിരിക്കാൻ നന്നായി പ്രസ് ചെയ്ത് പിടിച്ചിട്ട് സ്വിച്ച് നന്നായി ടൈറ്റ് ചെയ്യുക. സ്ക്രൂ നന്നായി ടൈറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. സ്ക്രൂവിൻ്റെ ചെറിയൊരു ലൂസ് കണക്ഷൻ വന്നാലും നമുക്ക് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ സപ്ലൈ ലഭിക്കുന്നതല്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി സ്വിച്ചിൻ്റെ മുകൾ ഭാഗം നമ്മൾ സ്വിച്ചിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അത് നേരെ നമ്മൾ സോക്കറ്റിലേക്ക് കൊടുക്കുന്നു. സോക്കറ്റിൻ്റെ ലൈന് എഴുതിയ ഭാഗത്തേക്ക് അത് കമ്പനി അടയാളപ്പെടുത്തിയിട്ടുണ്ടാകും. L-എന്നും N-എന്നും അടയാളപ്പെടുത്തിയിട്ടുണ്ടാകും. N ന്യൂട്രൽ, L ലൈൻ. അപ്പോൾ ലൈനിൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സോക്കറ്റിൻ്റെ മുകളിൽ എർത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ടാകും. അത് എർത്തിൻ്റെ ചിഹ്നമായിരിക്കും. എർത്ത് നമ്മൾ അയച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഇത്രയുള്ള കണക്ഷൻ. സാധാ സ്വിച്ചാണെങ്കിൽ ഇൻഡിക്കേറ്റർ ഉണ്ടാവില്ല. അപ്പോൾ കണക്ഷനെല്ലാം ഒരുപോലെ തന്നെയാണ്. ന്യൂട്രൽ, എർത്ത്, ഫേസ്, ഇൻഡിക്കേറ്റർ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. സ്വിച്ച് വർക്കിംഗ് കണ്ടീഷനാണ്. പ്രസ്സിങ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് ബോക്സിലേക്ക് ടൈറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ സ്വിച്ച് ബോക്സിലേക്ക് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. സ്വിച്ച് ഞാൻ ബോക്സിലേക്ക് ടൈറ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി സ്വിച്ചിൻ്റെ ഔട്ടർ ഷീറ്റ് ഞാൻ ഇതിലേക്ക് ഘടിപ്പിക്കാൻ പോവുകയാണ്. ഔട്ടർ ഷീറ്റ് ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കാണുന്ന ആ ചെളി അഴുക്കെല്ലാം തുടച്ച് മാറ്റുകയാണ്. അപ്പോൾ നമുക്കിനി സ്വിച്ച് വർക്കിംഗ് കണ്ടീഷനാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ മെയിൻ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. കണ്ടില്ല, ഓൺ പൊസിഷനിൽ സ്വിച്ചിൻ്റെ ഇൻഡിക്കേറ്റർ കത്തുന്നുണ്ട്. ഓഫാക്കിയാൽ കത്തില്ല, ഓൺ ചെയ്താൽ കത്തുന്നുണ്ട്. അപ്പോൾ ഓൺ ചെയ്യുമ്പോൾ സോക്കറ്റിൽ കണ്ടില്ലേ, സോക്കറ്റിൽ L എന്ന് അടയാളപ്പെടുത്തിയ ഭാഗത്ത് നമുക്ക് അതിൻ്റെ ഫേസ് ലൈൻ കാണാൻ സാധിക്കും. ഓഫ് ചെയ്യുമ്പോൾ ടെസ്റ്റർ വർക്ക് ചെയ്യില്ല. ഓൺ ചെയ്യുമ്പോൾ ടെസ്റ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. ന്യൂട്രല് അതുപോലെ. അപ്പോൾ ലൈൻ ഓക്കെയാണ്. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ മാത്രമേ സപ്ലൈ വരാൻ പാടുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.